അങ്ങോട്ട് മേക്കപ്പ് ഇല്ലാതെ. ഓക്കെ, സമയം എത്രയായി? 10. ഓ, അയ്യോ പറയാനേ ഫോൺ കൊണ്ടുവയ്ക്കൂ. Where is my lotus? 10 മണി കഴിഞ്ഞ് ലേറ്റ് ആയി. ആവശ്യം വിളിച്ചിട്ട് അടുത്ത സ്നേഹത്തിന് മുന്നേ പെട്ടെന്ന് കടയെത്തണം. നമ്മൾ ജോലി ചെയ്യുന്ന മാൾ എത്താറായി. മാൾ, മൊബൈൽ മാൾ. അതാ നമ്മളെങ്കിൽ അതൊരു സ്റ്റാഫ് അവിടെ നിൽക്കൊണ്ട് അക്കൗണ്ടും നമ്മുടെ അക്കൗണ്ട്. ഇതാണ് നമ്മളെ അക്കൗണ്ടന്റ്. ലേറ്റ് ആയോടാ? ആശിക്ക് വിളിച്ചാ? വിളിച്ചാ? നിന്നെ വിളിച്ചാ? നീ വിളിച്ചാ? ആശിക്ക് എന്തിനാ പറഞ്ഞു? എന്തിനാ പറഞ്ഞു? കൂട്ടിക്കിട്ട് പൊക്കോളാം. ഹെൽമറ്റ് പോലും ഊരാതെ ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. ഞായറാഴ്ച 10 മണിക്കാണ് കട തുറക്കുന്നത്. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ 10:30 അപ്പം അതിന് കേൾക്കുകയും ചെയ്തായിരുന്നു. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മുടെ ബജാജിലെ സ്റ്റാഫ് കണ്ണൻ ബ്രോ. ക്യാമറ മുഖങ്ങളിൽ വരാനൊരു നാണമാണ്. ഇവന്റെ ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് സൺഡേ ആയോണ്ട് വ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വ്ലോഗ് എടുക്കുന്ന പറഞ്ഞോണ്ട് കാരണം രാവിലെ ഒരുങ്ങി ചെവിയില് വട്സൊക്കെ വെച്ച് രാവിലെ വന്നത് കാര്യമായി. എന്ന് മുമ്പേ 10 മണിക്ക് ഫോട്ടോ എടുത്തായിരുന്നു. അങ്ങനെ ഒരു 9:55 കഴിഞ്ഞപ്പോഴേ ഇവിടെ പാസ് ചെയ്തു. അങ്ങനെ ഇവിടെ കയറി എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ അടച്ചേക്കുന്നു. 10 മണിക്കും 10:30ക്കുമാണ് ഇവിടുത്തെ മുഹൂർത്തം. അപ്പിയൊന്നും കുടിച്ചില്ലേ? കാണാ കലാശക്കോട്ട് കണ്ടിട്ട് പോവാ. ഇനിയിപ്പം ഒരു ടാറ്റ വരുന്നോ എന്റെ പാവം സബ്സ്ക്രൈബേഴ്സിന്? നിന്റെ സബ്സ്ക്രൈബേഴ്സ് നിന്റെ മണി അടിച്ചോട്ട് ഞാൻ കാത്തിരിക്കണം. എടാതാണ്ട് ഇവിടെയാ. ബജാജിലെ കണ്ണൻ ബ്രോ. ആർക്ക് വേണം ഈ മീട്ട് എടുക്കും. മൊബൈൽ മാളിലോട്ട് വന്നാൽ മതി. സ്റ്റഡീസിന്റെ സ്റ്റാർട്ടാക്കി പെട്ടെന്ന് പോകാൻ പോവാ. വണ്ടി ഓഫായി. ജീവനെ കൊണ്ട് ഓടി. നമ്മളിവിടെ വെച്ച് ചെയ്തൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. 800K കഴിഞ്ഞിരിക്കുന്നു. ഫോട്ടോ നമ്മളെ മുമ്പത്തെ സ്റ്റാഫായിരുന്ന അതിൽ ഇപ്പൊ പുറത്ത് വലിയൊരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വീട്ടില് വെറുതെ ഇരിപ്പ്. നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ കേബിൾ തപ്പുവാണെന്ന്. കേബിളിലുള്ള ഒരു റബ്ബറിനാണ് കിടന്ന് തപ്പുന്നത്. മുടി കെട്ടി വയ്ക്കും. വളരെ ആത്മാർത്ഥമായിട്ട് ജോലി. സന്തോഷം കണ്ട ഇതാണ് നമ്മൾ ജോലി ചെയ്യുന്ന മൊബൈൽ മാൾ. കീപാഡ് ഫോണിന്റെ സ്റ്റോക്ക് IQ, ആപ്പിൾ, ഓപ്പോ, വിവോ, റെഡ്മി, റിയൽമി.
നമ്മളൊരു സാധനം എടുക്കാൻ താഴെ 6 ജംഗ്ഷൻ വഴി ഒന്ന് പോവുകയാണ്. ആയൂരിൽ നിന്ന് അഞ്ചലോട്ട് വരുന്ന ബസ്സിലാണ് സാധനം കൊടുത്തു വിട്ടേക്കുന്നത്. നമ്മൾ ആയൂർ ഷോപ്പിൽ നിന്നാണ് സാധനം നമുക്ക് കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പോൾ അതെടുക്കാനാണ് നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സാധനം എടുക്കുന്നു. സാധനം കൈ കിട്ടി. നട്ടുച്ചയ്ക്കാണ് ഈ കോരിച്ചൊരിയുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ട് ഒരു സൺഡേ വ്ലോഗ് എടുക്കാറുണ്ട്. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത ബസ്സിന് പോവുക. നമ്മുടെ ബസ് മിസ്സായി, മഴയും പെയ്യുന്നു. ബസ് മിസ്സായതുകൊണ്ട് ബസ് ഒതുക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റിയില്ല. ബസ് ഇതും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ചെന്ന് സാധനം എടുത്തിട്ട് കടയിൽ പോകണം. ഇതെന്തുവാ സാധനം എന്നറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഇത് ബാറ്ററി അല്ലെങ്കിൽ സ്പെയർ സാധനങ്ങളായിരിക്കും, ഫോണിൻ്റെ സ്പെയർ സാധനങ്ങളായിരിക്കും. കൊല്ലത്തു നിന്നായിരിക്കും ഈ ബസ് വരുന്നത്. നമ്മൾ സപ്ലയർ കൊടുത്തേക്കുന്ന സാധനമാണ്. അപ്പോൾ കൊല്ലത്തുനിന്ന് ഇവിടം വരെ ഒരു 50 രൂപ. അപ്പോൾ 50 രൂപ കൊടുത്തിട്ട് നമ്മൾ സാധനം മേടിക്കും. ഉച്ച കഴിക്കാൻ പോകാൻ സമയമായി. 1.42 ഒരു പീസ്. അത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇന്ന് സൺഡേ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടും ഫണ്ട് ആയതുകൊണ്ടും ബിരിയാണിയാണ് തിന്നാൻ പോകുന്നത്. അതും ഫിറോസിന്റെ വക. ഒരു ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ വന്നത് നിന്റെ പാത്രത്തിൽ കഴിക്കാം. നമ്മൾ അവിടെയാണ് പോകുന്നത്, ആ ഹോട്ടൽ. നിനക്ക് എന്തിനു വേണം കഴിക്കാൻ? ബിരിയാണി. ബിരിയാണി ഇല്ല. ബിരിയാണി തന്നെയാണോ? ഞായറാഴ്ച. ഇതാണ് നമ്മളെ കുക്ക് മാമു. തലക്ക് ചെടിക്കുക ക്യാമറ ആവത്തേ. കറി, സാമ്പാർ. അയ്യോ, സാമ്പാറൊക്കെ എനിക്ക് തോന്നിക്കാൻ. സാമ്പാറ് കിണറ്റിലെ വെള്ളം. യെസ്, നമ്മളെ ബിരിയാണി. ബിരിയാണി. കമോൺ ഗൈസ്, കമോൺ. ഒരുള്ള എണ്ണോ. ഇത് ചെയ്താൽ എൻ്റെ പാത്രത്തിൽ ഒരു പേട്ട് കൈ. ഔട്ട് സൈഡ് റെയിൻ, ഇൻസൈഡ് ക്രൈ. ഇവിടെ ഒന്നും കിട്ടിയില്ല. അവന് ബിരിയാണി കിട്ടി. അവരുന്ന് മുണങ്ങോ. പക്ഷെ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ പൊതിച്ചോറാണ് പറഞ്ഞത്. ഇവൻ തിന്ന് കിടന്നാൽ എനിക്ക് ചോറ് കിട്ടുമെന്ന് തോന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവന്റെ പാത്രത്തിൽ കഴിയും. നല്ല വിശപ്പാണ്. ഞാൻ തിന്ന് സഹായിക്കാം. എല്ലാം തിന്നണേ. എല്ലാം തിന്നില്ല. ഞാൻ പൊതിച്ചോറൊരു ഇതിനു വേണ്ടി പറഞ്ഞത്. ഇത് എന്തോന്ന് വാങ്ങിച്ചു കൊടുക്കാണ്. ഒന്നല്ല ക്വാണ്ടിറ്റി പുറത്തേക്ക് പോയി. മുട്ട സീനാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് അടുത്തെന്തോ നോക്കാമേ. ഇതെന്തോ ഒരു സാധനം. എന്തൊരു സാധനം എന്നൊന്നും അറിയത്തില്ല. കുന്തിരിക്കം. അടുത്തത് സെറ്റ് തോരൻ. അടുത്തത് സലാഡ്. അടുത്തത് ഇതെന്തോ തീരുവില്ല. അച്ചാർ. നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കടയിലോട്ട് പോവാ. ബാക്ക് ടു ജോലി. രാജുബായി ആക്ക്. ഇത് ചവയ്ക്കുന്ന രാജുബായി. അങ്ങനെ അടുത്ത ബസ് വന്നത് കോമസ് ആണ് വന്നത്. കൊല്ലത്തുനിന്ന് വന്ന ഒരു സാധനമാണ്. യൂസ്ഡ് ഫോണും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈലുകൾ ഇരിപ്പുണ്ട്. വാറണ്ടി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. ഫോണിൻ്റെയൊക്കെ ബാക്കിലോട്ട് ഇങ്ങനെ സ്റ്റിക്കർ കെട്ടിയുന്ന മെഷീനാണ്. അടുത്ത ബസ്സിന് സാധനം എടുക്കാൻ ഇറങ്ങിയതാണ്. ഇന്ന് ഫുള്ള് ബസ്സായിരുന്നു. ഈ വരുന്നതെല്ലാം സ്പെയർ ആണ്. മൊബൈൽ ശരിയാക്കാനുള്ള സ്പെയർ. സൺഡേ ഒക്കെ ആകുമ്പോൾ ഒരു വൈകുന്നേരം സമയത്തൊക്കെയാണ് ആളിറങ്ങാൻ തുടങ്ങുന്നത്. അതിന് മുമ്പൊക്കെ കുറച്ച് ഷോകായിരിക്കും, എന്നാലും വൈകുന്നേരം നല്ല ആൾ വരും. സംഭവം രാത്രി എന്ന് പറയുമ്പോൾ 6:30 പറയാം. ഞാൻ അറിയ പോകുന്നതാ. പക്ഷെ എനിക്കിന്ന് പോകാൻ പറ്റില്ല. പേരുമഴ. അങ്ങനെ വാച്ചിൻ്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. വാച്ചും നമ്മളവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 900 തൊട്ട് സ്റ്റാർട്ടിങ് വാച്ച് വരുന്നുണ്ട്.
ബാറ്ററിയുടെ ആവശ്യമില്ലാത്ത വാച്ചാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് വാച്ചാണ് വന്നേക്കുന്നത്. വാച്ചിനോടൊപ്പം വന്ന ബബിളാണ് ഇത്. കണ്ടാൽ നമ്മൾ പൊട്ടിക്കാതെ വിടാൻ പറ്റത്തില്ല, അമ്മാതിരി ഫീൽ ആയത് പൊട്ടിക്കുമ്പോൾ. സമയം 7:59. ഇനി ഓടാൻ പോകണം. ഇപ്പം സമയം 8:35. തൊളിയൊക്കെ തുറക്കേണ്ടി വന്നു. ഇങ്ങനെ തൊളിച്ച് കറണ്ട് ഇല്ലായിരുന്നു, AC വർക്കല്ല. സർവീസ് റൂം ഫോണിൻ്റെ എല്ലാ കുഴപ്പങ്ങളും മാറ്റി തരും. മലപ്പുറത്ത് നല്ല എക്സ്പീരിയൻസ് ആയ ഒരു ടെക്നീഷ്യൻ ഇവിടെ ഉണ്ട്. ഈ ഓടാൻ വേണം, പോവാം. ഇന്ന് നേരത്തെ കട അടച്ചു. നേരത്തെ മീൻസ് 8:40. ചെറിയ മഴയുണ്ട്, നല്ല വീട്ടിൽ പോയാലേ പറ്റൂ, അതുകൊണ്ട് വീട്ടിൽ പോവുക. തന്നെ കാണാമോ തന്നെ അറിയാൻ വയ്യ, വെളിച്ചത്ത് കാണാൻ വയ്യ. ഗ്രൗണ്ടിൽ പോകണമായിരുന്നു ഓടാൻ, പക്ഷേ മഴയുടെ കാലാവസ്ഥ കാരണം ഇന്ന് ഗ്രൗണ്ടിൽ പോകാൻ പറ്റൂലെന്ന് അറിയാൻ വയ്യ. മഴയത്തും വെയിലത്തും പോരണമെന്നാണ് നാടിന്റെ വെട്ടം വീഴലുമ്പോൾ പറ്റിയ ഒരു അത്രയടാ. ഞാൻ ലൗലി മേടിക്കണം. കഴിഞ്ഞ ലൗലി മേടിച്ചപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. ലൗലി കാണാൻ പോലും വരില്ല. ലൗലി നല്ല കിടിലം മണമാണ്. അത്രയൊക്കെ പുരട്ടിയിട്ടുള്ള പുറത്തിറങ്ങാൻ. കുളിക്കാത്തവരെ പ്രധാന സാധനമാക്കി, കുളിക്കുന്നവർക്കും ഇത് നല്ലതാണ്. അത്ഭുതകരമായ ഒരു പാലമാണ്. ഇതുവരെ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അഞ്ചലത്തെ പ്രധാന മെയിൻ റോഡിലെ പാലം. ഒരു വണ്ടി വൺ വേ പോലത്തെ ഒരു പാലമാണ്. അവിടെ നിന്നോട്ട് വണ്ടി വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വേറെ എവിടെന്നെങ്കിലും പോകണം. അങ്ങനെയാണെങ്കിൽ വഴിയില്ല. റോഡും അതേപോലെ തന്നെ. ഇത് കാണുന്ന മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ബെല്ലയിക്കണം, മണിയും കൂടെ അമർത്തണം, എന്നിട്ട് റോഡും ശരിയാക്കി തരണം. കാണുന്നത് നമ്മൾ രണ്ടുപേരും. ആയിരിക്കത്തില്ല, കുറച്ച് നമ്മൾ അറിയാവുന്ന ആൾക്കാരും കാണും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊച്ചാണ്. ആ കൊച്ച് നമ്മളെ ആ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ലാസ്റ്റ് അത് നൈസ്. ഇപ്പൊ നോക്കിയാളെ അതാണ് അമ്പലപ്പുഴ തെച്ചുകവല പോരൊന്നും. അതെ, നമ്മളെല്ലാരും ലൈഫിലുള്ള എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ടും എല്ലാരും ചെന്ന് എത്തുന്ന, എല്ലാരും കൊതിക്കുന്ന, എല്ലാരും ആഗ്രഹിക്കുന്ന, പുറത്ത് നിൽക്കുന്നവരും വരെ ഇങ്ങോട്ട് വന്ന് കേറാൻ പറ്റുന്ന, ഇങ്ങോട്ടല്ല അവരവരെ വീട്ടില്. അതെ, അവർ പീസ്ഫുൾ ആൻഡ് വാണ്ടഡ്ഫുൾ ആൻഡ് വണ്ടർഫുൾ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, അവർ ഹോം. എന്ത് പിരിമുറുക്കങ്ങളും എന്ത് വിഷമങ്ങളും മാറാൻ പറ്റുന്ന, ഒന്ന് ഉറങ്ങിയാൽ തീരാൻ പറ്റുന്ന സ്ഥലം അവർ ഹോം. നമ്മൾ എത്തിക്കഴിഞ്ഞു. യാ, രാവിലെ പോയപ്പോൾ വെളിച്ചമുണ്ടായിരുന്നു, ഇപ്പോൾ ഇരുട്ടായി. ദാറ്റ് മീൻസ് ഇപ്പോൾ രാത്രിയാണ്. വീട് വല്ലാതെ മാറിപ്പോയി. നമ്മളെത്തി. ഇനി നേരെ ഓടാൻ പോകണം. മഴ ചെറുതായിട്ട് പൊടിയുന്നേ ഉള്ളൂ, ഓടിത്തരാം. മഴയാണ്ട് ഓടാൻ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം 10:57. നമ്മൾ ഓടാൻ പോയിരുന്നതാണ്, പക്ഷേ പോകാൻ പറ്റിയില്ല. ആ സമയത്ത് മഴയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ വീടിൻ്റെ വണ്ടിയിൽ പോയി വർക്കൗട്ടും ചെയ്തിട്ട് താഴെ ഇറങ്ങി വന്ന് കുളിച്ച് റെഡിയായി കഴിച്ചപ്പോൾ ഈ സമയമായി. കഴിച്ച് കിടന്നപ്പോൾ കാല് വേദനയാണ്. അതുകൊണ്ട്
മൂവിട്ടടിച്ച് കാലൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നാളെ ഇനി യൂണിഫോം ഇട്ടുകൊണ്ട് മൊബൈൽ മാളാണ് കടയുടെ പേര്. കടയുടെ ഒരു പ്രൊഫഷനല്ല, സൺഡേ കടയിൽ പോയിട്ട് എടുത്തതാണ്, വീഡിയോ എടുത്തതാണ്. മൊബൈൽ മാളാണ് കടയുടെ പേര്. അഞ്ചലാണ് സ്ഥിതി ചെയ്യുന്നത്. മൊബൈൽ മാൾ അഞ്ചലുണ്ട്, ആയൂരുണ്ട്, വെഞ്ഞാറോടുണ്ട്, കടയ്ക്കലുണ്ട്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇനി എന്തുവാണ്, ഇനി ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. നാളെ വൈകിട്ട് വീഡിയോ ഇടണം. ചിലപ്പോൾ മറ്റന്നാൾ വൈകിട്ടായിരിക്കും, അപ്പോൾ അതിൻ്റെ മറ്റന്നാളായിരിക്കും. കപ്പലണ്ടി ഇനി കുറച്ച് കപ്പലിനെ കുറച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീൽ കാണുന്നു, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു, എന്നിട്ട് കിടന്നുറങ്ങുന്നു. നാളെ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നു. ഇവർ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൺഡേ വ്ളോഗ് എടുത്തതേ ഉള്ളൂ. ആരെങ്കിലും കാണുമെന്തോ, പക്ഷേ ചിലവരൊക്കെ കാണും. ഒരു 10 പേര് എന്തായാലും കാണും. നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ സാറ്റിസ്ഫാക്ഷൻ അല്ല ഈ സൺഡേ വ്ളോഗിൽ. അടിപൊളി ക്ലിപ്പൊന്നും കിട്ടിയില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ തട്ടി കൂട്ടണം. പിന്നെ ഒന്നുമില്ല. ഗുഡ് നൈറ്റ്, ടാറ്റാ. അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും എന്തെങ്കിലും ചെയ്തെടുക്കാം. Yeah.